അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ റമദാൻ മാസത്തിലാണ് നാം ഉള്ളത്. ഈ മാസത്തിൽ നാം ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവ വികാസമാണ് ബദർ എന്നുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മനസ്സിന് ആത്മവിശ്വാസം പകർന്നു നൽകുന്ന പാഠങ്ങളാണ് ബദർ നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ബദർ ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ, ബദറിൻ്റെ സ്മരണകളെക്കുറിച്ച് പറയുമ്പോൾ എന്തായിരുന്നു ബദറിൻ്റെ പശ്ചാത്തലം എന്നുകൂടി നാം ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ശരിക്കും ബദർ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു യുദ്ധത്തിന് വേണ്ടി തന്നെ പുറപ്പെട്ടൊരു സംഭവമല്ലായിരുന്നു. യഥാർത്ഥത്തിൽ 40 വർഷത്തോളം മദീനയിൽ ഒരുപാട് കാലം ജീവിച്ച് പിന്നീട് നുബുവത്ത് എന്നുള്ള ദൗത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുകയും പിന്നീട് അവിടുന്ന് മക്കൻ ജനങ്ങൾ, മക്കയിലെ ഖുറൈശികൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും വല്ലാണ്ട് ഉപദ്രവിക്കുന്നത്. അങ്ങനെ അവിടുത്തെ പ്രയാസങ്ങൾ സഹിക്കാനാവാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയും പിന്നീട് മദീനയിലെത്തിയിട്ട് പോലും മക്കയിലെ ഖുറൈശികൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു സമാധാനം നൽകുന്നില്ല. എന്ന് മാത്രമല്ല, മക്കയിൽ നിന്ന് പലായനം ചെയ്തു വന്ന ഈ മുഅ്മിനീങ്ങളുടെ സമ്പത്തിനെ തട്ടിയെടുത്തുകൊണ്ട്, അവരുടെ സമ്പത്തിനെ മുതലെടുത്തുകൊണ്ട് ഇവർ ഈ സമ്പത്തിനെയും വെച്ച് കച്ചവടം ചെയ്ത് അതിൽ നിന്ന് മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സമയത്ത് അബൂ സുഫിയാനും സംഘവും മക്കയിലെ ഈ സ്വത്തുകളൊക്കെ കൂട്ടി സ്വരൂപിച്ച് കച്ചവടത്തിന് പോയി തിരിച്ചു വരുമ്പോൾ ഏകദേശം 5000-ലധികം ദിർഹമിൻ്റെ സ്വത്തുണ്ടായിരുന്നു. അത്രയും സമ്പത്ത് ഈ പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെയും സമ്പത്തും കൂടി ഉൾപ്പെടുന്ന ആ ഒരു സമ്പത്തിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ സ്വഹാബത്തും യുദ്ധത്തിന് വേണ്ടിയല്ല, മറിച്ച് അബൂ സുഫിയാനെ പിടികൂടുന്നതിന് വേണ്ടി പുറപ്പെട്ടത്. ഈ വിവരമറിഞ്ഞ അബൂ സുഫിയാൻ മറ്റൊരു വഴിയിലൂടെ മക്കയിലേക്ക് പ്രവേശിക്കുകയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അബൂ സുഫിയാനെ തടയുന്നതിന് വേണ്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും പുറപ്പെട്ടിട്ടുണ്ടെന്ന് മക്കയിലേക്ക് നേരത്തെ വിവരം കിട്ടിയിരുന്നു. ഈ വിവരമനുസരിച്ച് അബൂജഹലും വലിയൊരു സന്നാഹ ടീം, വലിയൊരു സമ്പത്തും കൊണ്ട് ഒരുപാട് കാലത്തേക്ക് യുദ്ധം ചെയ്ത് മടങ്ങാനുള്ള ഒരുപാട് സന്നാഹങ്ങളോടുകൂടെ, ഒരുപാട് യുദ്ധക്കോപ്പുകളോടുകൂടെ, ഒരുപാട് വേശ്യസ്ത്രീകളെയും മറ്റും ഡാൻസ് കളിക്കാനും പാട്ടുപാടാനൊക്കെ വേശ്യസ്ത്രീകളെയൊക്കെ കൂട്ടി അവർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ഈ വിവരം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുകയാണ്. അങ്ങനെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാലൊരു ടീമിനെ അതിജയിപ്പിച്ച് തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെന്നും ആ പ്രകാരം യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാമെന്ന് സ്വഹാബത്തിനോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയാണ്. തീരെ ഒരു യുദ്ധസന്നാഹമില്ലാത്ത വെറുമൊരു യാത്രാ സംഘത്തെ പിടികൂടാൻ വന്ന ചെറിയൊരു സംഘം ആണ് വലിയൊരു 1000-ഓളം വരുന്ന ഒരുപാട് ഒട്ടകങ്ങളും മറ്റുമുള്ള ഒരു യുദ്ധസന്നാഹത്തോട് യുദ്ധത്തിന് വേണ്ടി തയ്യാറായി പോകുന്നത്. തീർച്ചയായും നമുക്ക് ബദറിൽ പാഠങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറഞ്ഞില്ലേ, ലഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനിൽ തഖത. നമുക്ക് ഇത് ബദറിൻ്റെ ചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കുറേ ഒട്ടകങ്ങളൊന്നുമില്ല, ആകെ ഉണ്ടായിരുന്നത് 70 ഒട്ടകങ്ങളായിരുന്നു. അതിൽ തന്നെ ഒരൊട്ടകത്തിൽ 3 ആളുകൾ മാറി മാറി സഞ്ചരിച്ചായിരുന്നു അങ്ങനെ യുദ്ധത്തിന് നടന്നു പോയിരുന്നത്. ആ സമയത്ത് വളരെയേറെ പ്രയാസങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളെ ആളുകൾ ആലോചിക്കുന്നൊരു ചിന്തയുണ്ട്. സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ ചിന്ത വരും, നേതാവായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെങ്കിലും ഒരൊട്ടകം ഉണ്ടായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോഴും ആ നേതാവായിരുന്നിട്ട് കൂടിയും അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മൂന്നാളുകളോട് കൂടിയായിരുന്നു സഞ്ചരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെ ഈ പോകുന്ന സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും അബൂ ലുബാബ തങ്ങൾക്കും മനസ്സിലിങ്ങനെ പ്രയാസം വരാണ്. നബിതങ്ങളെ നടത്തിച്ചുകൊണ്ട് നമ്മളെങ്ങനെയാണ് അതിൽ വാഹനത്തിൽ കയറി ഇങ്ങനെ സഞ്ചരിക്കാന്നൊക്കെ പറയുന്നത്. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് പോയി ചോദിക്കുന്നുണ്ട്, നബിയെ അങ്ങ് വാഹനത്തിൽ യാത്ര ചെയ്തോ, ഞങ്ങൾ നടന്നു വരാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്, നിങ്ങൾ എന്നെക്കാളും വലിയ ശക്തന്മാരൊന്നല്ല, എനിക്കും അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലമാണോ ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ അത് വലിയൊരു പാഠമാണ് ശരിക്കും പറഞ്ഞാൽ. നേതാവ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ ഇടയിലൊക്കെ കണ്ടിരുന്നതെന്ന് വെച്ചാൽ നേതാവിന് എല്ലാവിധ സുഖസൗകര്യങ്ങളും ഉണ്ടാവും, അണികളും അനുയായികളും ഒക്കെ കഷ്ടപ്പെടുമ്പോഴും
പക്ഷെ ബദറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ബദറിൽ നിന്ന് മാത്രമല്ല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് നേതാവും അനുയായികളെ പോലെ തന്നെ എല്ലാ പ്രയാസങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു മാതൃകയാണ്. അതെ, നേതാവിനെ കുറിച്ച് പറയുമ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യുദ്ധത്തിലുടനീളം ഒരു ഉത്തമ നായകൻ്റെ മാതൃക നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത്തരൊരു പ്രയാസഘട്ടത്തിൽ ഒരു നേതാവായിരുന്നു കൂട്ടി ആൾക്കാരെ കൽപ്പിച്ചുകൊണ്ടല്ല ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൊണ്ടുപോകുന്നത്. മറിച്ച് ആ മുസ്ലിങ്ങളുടെ ടീമിൽ ഇടയിൽ 2 ടീമുണ്ട്, ഒന്ന് മുഹാജിറുകൾ ഒന്ന് അൻസാർ. അപ്പോൾ ഈ 2 ടീമിനെയും മുൻനിർത്തിക്കൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തിൽ ഈ ആവശ്യങ്ങൾ കൂടിയാലോചന നടത്തുന്നുണ്ട്. ആ സമയത്ത് മുഹാജിറുകളുടെ നേതാവായിട്ടുള്ള മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയെ തങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടോളി, തങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ടാകും. ബനു ഇസ്രായേലുകാരും മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞതുപോലെ നീയും നിൻ്റെ ദൈവവും നിൻ്റെ പഠിച്ചവനും യുദ്ധത്തിന് പോയിക്കോളി, ഞങ്ങളില്ല എന്നുള്ള ആ ഒരു തരത്തിലുള്ള വർത്തമാനം പറയില്ല എന്ന് പറയും. ആ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹാജിറുകളിൽ നിന്ന് മാറി അൻസാറുകളുടെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രതികരണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അൻസാറുകളുടെ വാഹകനാണ്. ബഹുമാനപ്പെട്ട സഹാബിയവറുകൾ ഇടപെട്ടുകൊണ്ട് പറയുന്നുണ്ട്, തങ്ങൾ ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നുണ്ട്. അപ്പോൾ തങ്ങൾ ഞങ്ങളോട് ഒരു കടലിലേക്ക് തങ്ങൾ ചാടിക്കൊണ്ട് ഞങ്ങളോട് കൂടി ചാടാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും തങ്ങളോട് കൂടെ ഒരാൾ പോലും ബാക്കിയാവാതെ തങ്ങളോട് കൂടെ ചാടും. ഏത് പ്രയാസഘട്ടത്തിലും ഞങ്ങൾ സന്നദ്ധരാണെന്ന് അറിയിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരരോടുള്ള പെരുമാറ്റം മാത്രമല്ല, ബദറിൽ ഖുറൈശികളോടും ശത്രുക്കളോടും ബദറിൽ പിടിക്കപ്പെട്ട ബന്ധനസ്ഥരോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റ രീതി എന്നുള്ളത് ഉത്തമ മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരത്തിലുള്ള മാതൃകകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ചരിത്രത്തിലെന്നും നമുക്ക് പാടുണ്ട്. ബദർ യുദ്ധത്തിൽ ബന്ധനസ്ഥനായി പിടിക്കപ്പെട്ട ഒരാളാണ് ഖുറൈശികളുടെ പതാകവാഹകനായിരുന്ന അബൂ അസീദ് എന്ന വ്യക്തി. അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ഒരു അൻസാരിയുടെ കയ്യിലായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ആ വ്യക്തി കാരക്ക മാത്രം ഭക്ഷിക്കുകയും മുന്തിയ റൊട്ടിയും അതുപോലെയുള്ള നല്ല ഭക്ഷണങ്ങളൊക്കെ എനിക്ക് തരികയും അത്തരത്തിലുള്ള രീതിയിലായിരുന്നു എന്നോട് പെരുമാറിയിരുന്നത്. മാത്രമല്ല, ചില ബന്ധനസ്ഥരായ ആൾക്കാരോടുള്ള അവരുടെ മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടിരുന്നത് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക. അവരെ ആക്കി വെക്കുന്ന, അവരെ അടിമകളാക്കി വെക്കുന്ന ആളുകൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെ മോചിപ്പിക്കാം എന്ന നിലക്കായിരുന്നു. അത്രമേൽ ഹൃദ്യമായ രീതിയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരരോടും ശത്രുക്കളോടക്കം പെരുമാറിയിരുന്നത്. ബദറിൻ്റെ പശ്ചാത്തലങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയപരമായ കാരണങ്ങൾക്കപ്പുറത്ത് തൗഹീദ് സംരക്ഷിക്കുക എന്നുള്ള ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാരണം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, അള്ളാഹുവെ നീ ഒരു ചെറു സംഘത്തെ ഇവിടം വെച്ച് പരാജയപ്പെടുത്തുകയാണെങ്കിൽ പിന്നീട് ഈ ഭൂമുഖത്ത് നിന്നെ ആരാധിക്കുന്ന വിശ്വാസികൾ ഈ ഭൂമുഖത്ത് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വിങ്ങിക്കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന രംഗമൊക്കെ നമുക്ക് ശ്രദ്ധയാണ്. മാത്രമല്ല, അലറുല്ലാഹ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഞാൻ ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് സമയം യുദ്ധം ചെയ്യും. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും സംഭവിച്ചോ നോക്കാൻ വേണ്ടി അവിടുത്തെ ടെൻറ്റിലേക്ക് ചെന്ന് നോക്കും. അപ്പോൾ അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് സുജൂദ് കിടക്കുന്ന രംഗമാണ് കാണുന്നത്. ഞാൻ കുറച്ചുകൂടെ സമയം യുദ്ധം ചെയ്യും, പിന്നെയും ചെന്ന് നോക്കും. അപ്പോഴും അവിടുന്ന് സുജൂദിലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അനുയായികൾക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു സംഭവമാണിത്. അള്ളാഹുവിനോട് ഇരു കൈകൾ നീട്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അവർക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്ന കാര്യമാണ്. തീർച്ചയായും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് വേണ്ടി ഇറക്കി കൊടുക്കുന്നുണ്ട്, ആത്മവിശ്വാസം പകരുന്ന ആയത്തുകൾ ഇറക്കി കൊടുക്കുന്നുണ്ട്. കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത്ത് ഫിയത്തിൻ കസീറത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ബിദ്നില്ല എന്ന് അവസാനിക്കുന്ന ആയത്ത് ഇറക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് അവർക്ക് ധാരാളം പ്രചോദനം നൽകുന്നുണ്ട്. എത്ര ചെറുസംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങൾ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ പരാജയപ്പെടുത്തി കളഞ്ഞത് എന്ന് ഇവർ ഇത്രയും പ്രയാസപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഈ ഒരു ആയത്തിറക്കിക്കൊണ്ട് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് അവിടെ കൂടിയിരുന്ന ആ സ്വഹാബാക്കൾക്ക് ഏറെ ആത്മവിശ്വാസം പകർന്ന ഒരായത്ത് കൂടിയായിരുന്നു ഇത്. അതോടുകൂടി അവർക്ക് യുദ്ധത്തിനുള്ള എല്ലാവിധ മനക്കരുത്തും അതിലൂടെ ലഭിക്കുന്നുണ്ട്. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഈ ഒരു ബദറിനെ എത്തരത്തിൽ അള്ളാഹുവിനെ തവക്കുലേറി പോകണമെന്നുള്ളത് നമുക്ക് ഈ ഒരു ബദറിലൂടെ ലഭിക്കുന്ന വളരെ വലിയൊരു പാഠമാണ്. തഖ്വയും അതുപോലെ തന്നെ
ദൈവഭക്തിയുമാണ് ആത്മവിശ്വാസമൊക്കെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് നമുക്ക് ബദറിൽ നിന്ന് മനസ്സിലാക്കാം. അതെ, ബദറിലെ ഏറ്റവും വലിയൊരു പാഠമാണ് മോമിനികൾക്ക് നൽകുന്ന, എന്നെന്നും ഇനിയുള്ള ഓരോ കാലത്തും ഇസ്ലാം നിലനിൽക്കുന്ന ഖിയാമത്ത് നാൾ വരെ ബദർ നമുക്ക് നൽകുന്നൊരു പാഠമാണ് തഖ്വയും ഭയഭക്തിയും, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. ഏതൊരു മുഅ്മിനും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് വളരെ വലിയൊരു കൈത്താങ്ങാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുടനീളം ഭക്തിയും അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസവും അവൻ ആരാധിച്ചുകൊണ്ട്, അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന രീതിയിൽ നമുക്ക് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.